ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ബോക്സർ മുഹമ്മദ് അലി 1960 സമ്മർ ഒളിമ്പിക്സിൽ ലഭ്യമായ സ്വർണ്ണ മെഡൽ ഊഖിയ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് വർണ്ണവിവേചനത്തിനെതിരെ ധീരമായ നിലപാട് സ്വീകരിച്ച മഹത് വ്യക്തി. നിരവധി ജീവചരിത്രങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മലയാളത്തിൽ ലഭ്യമാകുന്ന ജീവചരിത്രത്തിന്റെ പേര് പൂമ്പാറ്റയുടെ ആത്മാവ് എന്നാണ്. അതിലൊരു സൂഫി കഥ പറയുന്നത് രാജകൊട്ടാരത്തിൽ ചൂടേറിയ ചർച്ച നടക്കുകയാണ്. വിഷയം സൗന്ദര്യം എവിടെ കുടികൊള്ളുന്നു എന്നുള്ളതാണ്. ചർച്ച കൊടുമ്പിരി കൊള്ളുന്നു. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ, വാദപ്രതിവാദങ്ങൾ തകർത്ത് നടക്കുന്നു. രാജാവ് തൻ്റെ സ്വർണ്ണ കിരീടം തൻ്റെ ഭൃത്യനെ ഏൽപ്പിക്കുന്നു. കാപ്പിരിയായ കറുത്ത വർഗത്തിൽപ്പെട്ട ഈ ഭൃത്യന്റെ കയ്യിൽ ഈ സ്വർണ്ണ കിരീടം കൊടുത്തിട്ട് രാജാവ് പറയും, ഈ സ്വർണ്ണ കിരീടം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ആരുടെ തലയ്ക്കാണ് ഏറ്റവും നന്നായി ചേരുക എന്ന് നോക്കി ആ കുട്ടിയുടെ തലയിൽ ഈ കിരീടം വെച്ച് കുഞ്ഞുമായി കടന്നു വരിക എന്ന് ഈ ഭൃത്യനോട് രാജാവ് പറയും. ഭൃത്യൻ സ്വർണ്ണ കിരീടവുമായി കൊട്ടാരമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഈ സ്വർണ്ണ കിരീടം ആദ്യം വെച്ചു കൊടുത്തത് രാജാവിന്റെ കുഞ്ഞിന്റെ തലയിലാണ്. അദ്ദേഹം മാറി നിന്ന് നോക്കി, എന്തോ ഒരു പന്തികേട്, അത്ര ഭംഗി തോന്നിയില്ല. അയാൾ മന്ത്രിയുടെ കുഞ്ഞിന്റെ തലയിലേക്ക് ഈ സ്വർണ്ണ കിരീടം വെക്കുന്നുണ്ട്. മന്ത്രിയുടെ കുഞ്ഞിന്റെ തലയിൽ വെച്ചിട്ടും അതത്ര ചേരുന്നതായി അയാൾക്ക് തോന്നിയില്ല. പിന്നെ മറ്റു മന്ത്രി കുഞ്ഞുങ്ങളുടെ ഒക്കെ തലയിൽ ഈ കിരീടം മാറി മാറി വെക്കുന്നുണ്ട്. ആരുടെ തലയിൽ വെച്ചിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് ഈ കിരീടം അത്ര ചേരുന്നതായിട്ട് ഇദ്ദേഹത്തിന് തോന്നിയില്ല. അവസാനം ഒരു കുഞ്ഞിന്റെ തലയിൽ ഈ കിരീടം വെക്കുമ്പോൾ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടും. അയാൾ മാറി നിന്ന് നോക്കിയിട്ട് അയാൾക്ക് ഒരു ചിരിയെല്ലാം വരുന്നു. ഇവന് നന്നായി ചേരുന്നു. ആ കിരീടം ആ കുഞ്ഞിന്റെ തലയിൽ വെച്ച് ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് രാജകൊട്ടാരത്തിലേക്ക് ഈ ഭൃത്യൻ എത്തി. രാജാവിനോട് ഇയാൾ പറഞ്ഞു, രാജാവേ, ഞാൻ എല്ലാ കുഞ്ഞുങ്ങളുടെയും തലയിൽ ഈ കിരീടം വെച്ചു. അവർക്ക് ആർക്കും അത്ര ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതൊക്കെ ഇവന് നന്നായി ചേരുന്നുണ്ട്. രാജാവ് പൊട്ടിച്ചിരിച്ചു. കൂടെയുള്ള മറ്റു മന്ത്രിമാരും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. തലയിൽ കിരീടം വെച്ച് അദ്ദേഹം കൊണ്ടുവന്ന കുട്ടി മറ്റാരുമായിരുന്നില്ല, ആ കാപ്പിരിയായ ആ കറുത്ത മനുഷ്യന്റെ കുഞ്ഞായിരുന്നു. അവനവന്റെ കുഞ്ഞുങ്ങൾ അവരവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. മറ്റാരുടെ തലയിൽ സ്വർണ്ണ കിരീടം ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുക, ഇഷ്ടപ്പെടുക സ്വന്തം കുഞ്ഞിന്റെ തലയിൽ കിരീടം ഇരിക്കുമ്പോഴാണ്. എല്ലാ അപ്പന്മാരും അങ്ങനെയാണ്. സ്വന്തം കുഞ്ഞുങ്ങൾ സ്വർണ്ണ കിരീടം അണിയുന്നത് കാണാനാണ് എല്ലാവർക്കും താല്പര്യം. സ്വർണ്ണ കിരീടം അണിയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കെ അതിനു പകരം മുൾക്കിരീടം അണിയിക്കാനായിട്ട് സ്വന്തം മകനെ വിട്ടുകൊടുത്ത ഒരപ്പനെയാണ് നോമ്പിൽ നമ്മൾ ഓർത്തെടുക്കുക. അതെ, നിങ്ങൾ സ്വർണ്ണ കിരീടം അണിയുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരപ്പൻ്റെയോ അമ്മയുടെയോ മകനോ മകളോ ആയി മാറും. എന്നാൽ ബോധപൂർവം ചില മുൾക്കിരീടങ്ങൾ അണിയാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ്റെ മകനോ മകളോ ആയിട്ടാണ് നിങ്ങൾ മാറ്റപ്പെടുന്നത്.